ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ, നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് നടന്ന വഴിയാണോ ശരി? ആരോ തന്നൊരു വാക്ക് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ട പോലെ ഒരു തോന്നല്. ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മളിന്ന് സംസാരിച്ചു തുടങ്ങുന്നത്. തലമുറകളായിട്ട് നമുക്ക് മുന്നിൽ ഒരു ഫോർമുല ഉണ്ടായിരുന്നു അല്ലേ? നന്നായി പഠിക്കുക, നല്ലൊരു ജോലി വാങ്ങിക്കുക, പടിപടിയായി മുകളിലോട്ട് പോകുക. അതായിരുന്നു വിജയത്തിലേക്കുള്ള ഒരു ഉറപ്പുള്ള വഴി. അപ്പോ ആ വഴിയിലൂടെ നടന്നാൽ കിട്ടുമെന്ന് നമ്മൾ വിശ്വസിച്ചൊരു കാര്യമുണ്ടായിരുന്നു, സുരക്ഷിതമായ ഒരു ഭാവി. ആ ഒരു ഉറപ്പിലായിരുന്നു നമ്മളും നമ്മുടെ മുൻഗാമികളുമൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടത്, നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇന്ന് ആ വാഗ്ദാനമൊക്കെ ഒരു കടലാസ് പോലെ കീറിപ്പോയിരിക്കുന്നു. പണ്ട് നമ്മളെ നയിച്ച ആ വഴികൾക്കൊന്നും ഇന്നത്തെ ലോകത്ത് വലിയ പ്രസക്തിയില്ല. അതുകൊണ്ടുതന്നെ നിങ്ങൾക്കിപ്പോ തോന്നുന്ന ഈ ഒരു അനിശ്ചിതത്വം, അത് 100% യാഥാർത്ഥ്യമാണ്. അപ്പോ എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? ഇത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണോ? അല്ല, ശരിക്കും നമുക്ക് കാണാൻ പറ്റാത്ത, പക്ഷേ നമ്മളെയെല്ലാം ഒരുപോലെ ബാധിക്കുന്ന 5 വലിയ സമ്മർദ്ദങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പുതിയ ടെക്നോളജിയും തന്നെ. ചിന്തിച്ചു നോക്കൂ, ഒരു കരിയർ തുടങ്ങുമ്പോൾ കിട്ടിയിരുന്ന പല എൻട്രി ലെവൽ ജോലികളും ഇന്ന് AI ആണ് ചെയ്യുന്നത്. അപ്പോ പിന്നെ മുകളിലോട്ട് കയറിപ്പോകാനുള്ള ആദ്യത്തെ ചവിട്ടുപടി തന്നെ ഇല്ലാതാവുകയാണ്. രണ്ടാമത്തേത് പണപ്പെരുപ്പം. നമ്മുടെ ശമ്പളം വലിയ മാറ്റമില്ലാതെ അവിടെ തന്നെ നിൽക്കുന്നു. പക്ഷെ വീട്ടുസാധനങ്ങളുടെ വില, ലോണിന്റെ EMI, ഇതൊക്കെ റോക്കറ്റ് പോലെയാ കുതിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ ഇത് കുറേശ്ശെയായിട്ട് തിന്നു തീർക്കുന്നു. മൂന്നാമത്തെ കാര്യം നമ്മുടെ ആരോഗ്യം. ഈ മെട്രോ ലൈഫിലെ സ്ട്രെസ്സും ടെൻഷനുമൊക്കെ കാരണം വീട്ടിലെ ഒരാൾക്ക് അസുഖം വന്നാൽ മതി, നമ്മുടെ ബഡ്ജറ്റ് മൊത്തത്തിൽ താളം തെറ്റും. ആരോഗ്യം നോക്കുന്നത് തന്നെ ഒരു വലിയ ചെലവായി മാറിക്കഴിഞ്ഞു. നാലാമത്തേത് ജോലിയിലെ ഉറപ്പില്ലായ്മ. പെർമനന്റ് ജോലി എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ കഥയാണ്. ഇന്ന് ഒറ്റ ശമ്പളത്തിനെ മാത്രം വിശ്വസിച്ച് മുന്നോട്ടു പോകുന്നത് ശരിക്കും വലിയൊരു റിസ്ക്കാണ്. ഏത് നിമിഷവും പൊട്ടാവുന്നൊരു നൂലിൽ തൂങ്ങിക്കിടക്കുന്ന പോലെ. അഞ്ചാമത്തേതും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം മാനസികമായ ക്ഷീണം. ദിവസം മുഴുവൻ ടെൻഷനടിച്ച് ജോലി ചെയ്ത് വീട്ടിലെത്തുമ്പോഴേക്കും നമ്മൾ തളർന്നു പോയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്യാൻ സമയം, അതിനുള്ളൊരു എനർജി പോലും ബാക്കിയുണ്ടാവില്ല. അപ്പോ ഈ ഒരവസ്ഥയിൽ നമ്മൾ സത്യസന്ധമായി ഒന്ന് ആലോചിക്കണം, നമ്മുടെ കുടുംബത്തിന്റെ ഭാവി നമ്മൾ വെറുതെ ഭാഗ്യത്തിന് വിട്ടുകൊടുക്കുകയാണോ? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കുന്ന രീതി മാറ്റേണ്ടത്. വെറുമൊരു ഇരയായി നിസ്സഹായരായി നിൽക്കാതെ കാര്യങ്ങളുടെ നിയന്ത്രണം നമ്മുടെ കയ്യിലെടുക്കണം. അതായത് ചുറ്റുമുള്ള സിസ്റ്റത്തിന്റെ ഇരയായി മാറുന്നതിന് പകരം നമുക്കുവേണ്ടി, നമ്മുടെ കുടുംബത്തിനു വേണ്ടി സ്വന്തമായി ഒരു ലോകം, ഒരു ഇക്കോസിസ്റ്റം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുക, അതിന്റെ ശില്പികളാവുക. ഈ ഒരു മാറ്റം എന്താണെന്ന് നോക്കൂ. ഒരു വശത്ത് നമ്മൾ പണിയെടുക്കുമ്പോൾ മാത്രം കിട്ടുന്ന വരുമാനം, മറുവശത്ത് കാലം കഴിയുന്തോറും വളരുന്ന ഒരു വരുമാനം. ഒരു ജോലിയിലെ റിസ്കിൽ നിന്ന് സയൻസ് നൽകുന്ന ഒരു ഉറപ്പിലേക്ക്, ക്ഷീണിപ്പിക്കുന്ന ഒരു ഷെഡ്യൂളിൽ നിന്ന് നമുക്ക് സംതൃപ്തി നൽകുന്ന ഫ്ലെക്സിബിൾ സമയത്തിലേക്ക്. ഇതാണ് ആ മാറ്റം. അപ്പൊ ഈ പുതിയ ലോകം നമുക്ക് എങ്ങനെ പടുത്തുയർത്താം? അതിനുള്ള ബ്ലൂ പ്രിന്റ് എന്താണ്? അതിനായി നമ്മൾ 3 കാര്യങ്ങളെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ 3 യഥാർത്ഥ കറൻസികൾ. നമുക്കിതിനെ ഹിറ്റ് ഫ്രെയിംവർക്ക് എന്ന് പറയാം. H ഫോർ ഹെൽത്ത്, I ഫോർ ഇൻകം, T ഫോർ ടൈം. അതായത് ആരോഗ്യം, വരുമാനം, സമയം. പണത്തിനേക്കാളുപരി നമ്മൾ ശരിക്കും സമ്പാദിക്കേണ്ട 3 ആസ്തികൾ ഇവയാണ്. അതിലേറ്റവും പ്രധാനം തീർച്ചയായും ആരോഗ്യമാണ്. വെറുതെ അസുഖമില്ലാതിരിക്കുക എന്നതല്ല, എന്തു പ്രശ്നം വന്നാലും അതിനെ നേരിടാൻ വേണ്ട ശാരീരികവും മാനസികവുമായൊരു കരുത്തില്ലേ, അതാണ് യഥാർത്ഥ ആരോഗ്യം. രണ്ടാമത്തേത് വരുമാനം. പക്ഷെ ഇത് വെറും ഒരു ശമ്പളമല്ല, നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ളൊരു ടൂളാണ്. മാസം കിട്ടുന്നൊരു നിശ്ചിത തുകയിൽ ഒതുങ്ങിപ്പോകാതെ നമ്മുടെ കയ്യിൽ നിയന്ത്രണമുള്ള, നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു വരുമാനം. മൂന്നാമത്തേത് സമയം. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ലക്ഷ്വറി. നമ്മുടെ മക്കൾക്കും വീട്ടുകാർക്കുമൊപ്പം ടെൻഷനില്ലാതെ ഇരിക്കാൻ കിട്ടുന്ന സമയം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കിട്ടുന്ന സ്വാതന്ത്ര്യം, അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കറൻസി. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാവുക? സാധാരണക്കാരായ പലർക്കും ഈ ഒരു മാറ്റം എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോ ഒരു പ്രൊഫഷണലിന്റെ കാര്യമെടുക്കാം. ജോലി പോകുമോ, AI വരുമോ എന്നൊക്കെ പേടിച്ച് ഒരൊറ്റ ശമ്പളത്തിൽ ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രണ്ടാമത്തെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതും നിലവിലുള്ള ജോലി കളയാതെ തന്നെ. അതൊരു വലിയ ധൈര്യമാണ്. ഇനി വീട്ടമ്മമാരുടെ കാര്യോ?
എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നൊരു അവസ്ഥയിൽ നിന്ന് മാറി സ്വന്തം വീടിനെ ഒരു വെൽനസ് സെന്റർ പോലെ ആക്കി മാറ്റി അവർക്ക് സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്താൻ പറ്റുന്നു. അങ്ങനെ ഒരു സാമ്പത്തിക ആത്മവിശ്വാസം നേടാൻ സാധിക്കുന്നു. അതും കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് തന്നെ. വിദ്യാർത്ഥികൾക്കാണെങ്കിലോ കോളേജിലെ തിയറി മാത്രം പഠിക്കുന്നതിനു പകരം പ്രാക്ടിക്കലായിട്ട് ബിസിനസ്, ലീഡർഷിപ്പ്, നെറ്റ്വർക്കിംഗ് സ്കില്ലുകളൊക്കെ പഠിക്കാൻ ഒരു അവസരം കിട്ടുന്നു. ഇതവരെ ശരിക്കും ഭാവിക്കായി ഒരുക്കുന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാനുണ്ട്. ഇതൊരിക്കലും ഒരു സെയിൽസ് ജോലിയല്ല. ആൾക്കാരെക്കൊണ്ട് എന്തെങ്കിലും വാങ്ങിപ്പിക്കലല്ല ഇതിന്റെ ലക്ഷ്യം. ഇത് ശരിക്കും ശാസ്ത്രീയമായ അറിവുകൾ, എഡ്യൂക്കേഷൻ, അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അങ്ങനെ ഒരുമിച്ച് വളരുന്നതിനെക്കുറിച്ചാണ്. പിന്നെ ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കാവില്ല. നിങ്ങളെ ഗൈഡ് ചെയ്യാൻ നല്ല മെന്റേഴ്സ് ഉണ്ടാകും. കൃത്യമായ ട്രെയിനിംഗ്, ഒരു 30 ദിവസത്തെ റോഡ് മാപ്പ്, എല്ലാറ്റിനുമുപരി നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി. ഇതെല്ലാം നിങ്ങളുടെ കൂടെയുണ്ടാകും. അതുകൊണ്ട് ഈ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം. ലോകത്ത് എന്ത് സാമ്പത്തിക മാന്ദ്യം വന്നാലും, എന്ത് പുതിയ ടെക്നോളജി വന്നാലും നമുക്കതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന തീരുമാനം അത് പൂർണ്ണമായും നമ്മുടെ കയ്യിലാണ്. ആ ഒരു പ്രതികരണമാണ് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ഭാവിയെ ശരിക്കും നിർണയിക്കുക. അങ്ങനെ ഒരു യാത്ര തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇതാ അതിലേക്കുള്ള ആദ്യ പടി. മനസ്സുകൾ ഒത്തുചേരുമ്പോൾ അർത്ഥങ്ങൾ വർദ്ധിക്കുന്നു, വളർച്ച പരസ്പരമാകുന്നു.